നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് മയിലാടമുകൾ എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടുണ്ടോ, ഈ വീട്ടിൽ 5 അംഗങ്ങളാണ് താമസിക്കുന്നത്. അതായത് സുഖമില്ലാതെ കിടക്കുന്ന ഒരു അമ്മയും, അതുപോലെ വർഷങ്ങളായിട്ട് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ഒരു മകനും, അതുപോലെ ഹാർട്ട് പേഷ്യൻ്റുമായ ഒരു മകനുമാണ്. അങ്ങനെ 5 പേരാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത്. ഈ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ഈ പെൻഷൻ തുക കൊണ്ടാണ് ഇന്ന് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ദുരവസ്ഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് അശോകൻ, ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് കണ്ണിന് കാഴ്ചശക്തി, ഒരു 15 വർഷത്തോളമായി കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പൊ അശോക, ഇപ്പൊ എന്താണ് അവസ്ഥ? എനിക്ക് കാഴ്ച പ്രശ്നമുണ്ട്. കാഴ്ച രാത്രികളിലെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കില്ല, പകല് എനിക്ക് പുറത്ത് ഇറങ്ങാൻ ഒക്കില്ല. ഇതിനിപ്പോ ചികിത്സിക്കുന്നുണ്ടോ? ചികിത്സയൊക്കെ മുടങ്ങി. ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഡോക്ടർ എന്താണ് പറഞ്ഞത്? ചികിത്സിച്ചാൽ ഈ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്നാണ് കിട്ടുമെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട്ടിൽ മൊത്തം എത്ര പേരാണുള്ളത്? 5 പേര്. അപ്പോ ഇത് ചേട്ടനാണല്ലേ? ഇത് ചേട്ടൻ. പിന്നെ ചേട്ടന്റെ അവസ്ഥ എന്താണ്? ചേട്ടൻ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതെ, ഒരു വികലാംഗനാണ്, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനും തീരെ സുഖമല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന അമ്മയുടെ ഒരു പെൻഷൻ തുക കൊണ്ടാണ് ഇന്ന് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് അമ്മയെ കൂടി ഒന്ന് കാണാം. ഈ വീട്ടിലെ അതായത് അശോകന്റെ ഒക്കെ ഒരു പെങ്ങളാണ്. അവർക്ക് കേൾവി ശക്തിയില്ല, അതായത് എന്ത് പറഞ്ഞാലും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർക്കൊരു താങ്ങും തണലായിട്ട് നിൽക്കുന്നത് ഇവരുടെ പെങ്ങൾ തന്നെയാണ്. ഇവർക്ക് ആഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ ഈ വീട് കണ്ടില്ലേ, വളരെ ദയനീയാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അമ്മയെ കൂടി ഒന്ന് കാണാം. അതായത് വർഷങ്ങളായിട്ട് പ്രായാധിക്യം കൊണ്ട് കിടപ്പിലാണ്. ഈ അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു പെൻഷൻ തുക കൊണ്ടാണ് ഈ കുടുംബം ഇന്ന് കഴിഞ്ഞു പോകുന്നത്. അമ്മോ തീരെ അവശ്യ നിലയിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്താൽ ഇതുപോലെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ കൂടി നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. അതുപോലെ ഇവരുടെ ദയനീയാവസ്ഥ വളരെ വലുത് തന്നെയാണ്. കാരണം അശോകന് കാഴ്ചശക്തി, ചികിത്സിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി കിട്ടുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇവർക്ക് വേണ്ടി